ഹലോ, ഇന്നൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് ചെറിയൊരു വീഡിയോയാണ്. ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയിട്ടോ. പക്ഷെ ട്രെൻഡൊക്കെ കഴിഞ്ഞതേ ഇപ്പം അടുത്താണ് പോയത്. അപ്പോൾ കാര്യമായിട്ടുള്ള വ്ളോഗൊന്നുമില്ല. ജസ്റ്റ് ഞാൻ അന്നെടുത്ത് വെച്ച ഒരു ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ നേടി ചെയ്തിട്ട് ഒരു കുട്ടി വ്ളോഗ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ മസനഗുഡി വഴി ഊട്ടി പോക്ക്. ആ ഒരു യാത്രയാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. ഊട്ടി എത്തിയത് വലിയ കാണുന്നുണ്ടോ ചോദിച്ചാൽ തണുപ്പും കോട മഞ്ഞൊക്കെ ഭയങ്കര രസം തന്നെയാണ്. പക്ഷേ ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള പോക്കുണ്ടല്ലോ, ആനകളും മാനുകളും ഭയങ്കര രസമാട്ടോ. ആനക്കും മാനിനൊന്നും തീരെ ജാടല്ലാത്ത ടീമസാണ്. അതെന്താണെന്ന് വെച്ചാലില്ലേ, ഈ മാനുകളൊക്കെ അല്ലേ ഒരു ജാടയില്ലാതെ നമ്മൾ ക്യാമറക്കായിട്ട് പോസ് ചെയ്ത് നിന്നിരുന്ന പോലെ തോന്നും. എപ്പോഴും കാണാൻ പറ്റും. പക്ഷെ മറ്റുള്ള ജീവികളെയോ മൃഗങ്ങളെയോ നമുക്ക് കാണാൻ പറ്റില്ല. എപ്പോഴേലും കണ്ടു അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഊട്ടി എത്തിട്ടോ. ഊട്ടിയിൽ ഭയങ്കര കോടയായിരുന്നു, നല്ല രസമായിരുന്നില്ലേ. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ സ്ഥലങ്ങളൊക്കെ ഭയങ്കര വേറെ രസമാണ്. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലെങ്കിലും പക്ഷെ ആ ഒരു യാത്ര അത് വേറെ ഫീലാണ്. ഇതൊക്കെ എന്നെ പോലെ ഭയങ്കര ഇഷ്ടമായി യാത്ര ചെയ്യാനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസോർട്ടിൻ്റെ വ്യൂ ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷേ ഞാനധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് രസമായിട്ടാ അവിടെ നിന്ന് 2 ദിവസം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. കാരണം ആ ഒരു ക്ലൈമറ്റും നേച്ചർ ബ്യൂട്ടിയൊക്കെ നല്ല രസമാണല്ലേ. എപ്പോഴെങ്കിലും നമ്മൾ ഈ തിരക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ 2 ദിവസം മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഞാനില്ലേ അന്ന് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര സങ്കടം. എനിക്ക് നന്നായിട്ടൊരു വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ എന്നാലും ആ ഒരു സമയം ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇത്രക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്തേ പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ അന്ന് നീന്തിയത്. എൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ വിചാരം എനിക്ക് നീന്തൽ അറിയില്ല എന്നായിരുന്നു. പക്ഷെ ഞാൻ അന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഇതേ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അന്ന് എൻജോയ് ചെയ്ത ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് റിസോർട്ടിൽ തന്നെ ആയിരുന്നു ഫുള്ളും. പിന്നെ പുറത്തങ്ങനെ കറങ്ങാറൊന്നും പോലെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ പുറത്ത് കറങ്ങലൊന്നും അങ്ങനെ നടക്കാത്തത് കൊണ്ട് റിസോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. പിന്നെ എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നവർ ഫുള്ളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളിയും, കുഴപ്പമില്ല. പിന്നെ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിതിൽ മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഊട്ടിക്ക് പോയാൽ ഈ ചൂടത്ത് മാഗി കഴിക്കുന്നത് ഭയങ്കര രസമാവില്ലേ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഓരോരോ കുൽസിതങ്ങൾ പ്രഹസനങ്ങൾ അങ്ങനെയൊക്കെ പറയാലോ. ജസ്റ്റ് ഓരോ മീനിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതെന്ന് തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് വെള്ളത്തിലുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ ബോട്ടിങ് സർവീസ് ആണെങ്കിലും എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലത്തുകളാണെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കാം, അത്ര കുഴപ്പമില്ല. പക്ഷെ എനിക്കിങ്ങനെ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോഴോ അതല്ലെങ്കിൽ ബോട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ അവിടെ നിന്ന് ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഓരോരോ ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.